ഓൺലൈനിലുള്ളവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉടമ്പടി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഹോംവർക്കുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹോംവർക്കാണ്, കർത്താവേ, ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്ക് കാണിച്ചു തരണമേ. ഇത് ഒരു വലിയ ഒരു വിഷയമാണ്. കർത്താവ്, ഇപ്പം നമ്മൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും, കർത്താവേ, ഞാൻ എപ്പോഴാണ് വീട് വെക്കേണ്ടതെന്ന് എനിക്ക് കാണിച്ചു തരണമേ. കർത്താവേ, ഞാൻ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കേണ്ടതെന്ന് എനിക്ക് കാണിച്ചു തരണമേ. കർത്താവേ, ഞാൻ ഏത് രാജ്യത്താണ് ജോലി ചെയ്യേണ്ടതെന്നും എവിടെയാണ് ഞാൻ എൻ്റെ ലൈഫ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നും എനിക്ക് കാണിച്ചു തരണമേ. ഇങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും ദൈവികമായ ഒരു കൃത്യത കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സമയം വേസ്റ്റാകത്തില്ല. ഇപ്പോൾ ചിലരൊക്കെ ചിലപ്പോൾ കാനഡയിലേക്ക് രജിസ്ട്രേഷൻ കൊടുക്കും. ചിലപ്പോൾ അവരുടെ സിലബസ് വരുമ്പോൾ അഡ്മിഷൻ കിട്ടും. പക്ഷേ സിലബസ് വരുമ്പോൾ നമ്മുടെ സിലബസുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാകത്തില്ല. എന്നുവെച്ചാൽ നമ്മുടെ സിലബസ് എന്ന് വെച്ചാൽ നീ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ്, ഇപ്പോൾ ലോജിസ്റ്റിക് ആണെന്ന് വിചാരിച്ചോ, ചിലപ്പോൾ അത് ആ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകത്തില്ല. ആദ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ വെബിൽ നോക്കുമ്പോൾ കിട്ടും, ഓക്കെ എന്നൊക്കെ പറയുമെങ്കിലും അപ്പോൾ അവർ കുറച്ച് കഴിയുമ്പോൾ പറയും ഈ വർഷം അതില്ലെന്ന് പറയും, തീർന്നില്ല പരിപാടി. ഈ വർഷം ദിവസമൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ എല്ലാം ഈ ലോജിസ്റ്റിക് ഉണ്ടായിരുന്നു, പക്ഷേ ഈ വർഷം അതില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? കാശ് അവരുടെ കയ്യിലായി പോയി അല്ലേ? കാശ് ഏജൻസി വഴി എന്നിട്ട് വിസയുടെ കാശ് പോയി, യൂണിവേഴ്സിറ്റി ഫീസ് പോയി എന്ന് പറയും. അതിൻ്റെ അവർ പിന്നെ എപ്പോഴും ഡിപ്ലോമാറ്റായിട്ടുള്ള മനുഷ്യരായത് കാരണം അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു തരും. എന്നിട്ട് നമ്മളത് കൗൺസിൽ ചെയ്ത് നമ്മളെ കൺവിൻസ്ഡ് ആക്കും. ഇനിയുള്ള കാലം ഇതുപോലെയുള്ള ഈ കോഴ്സാണ് ഇനി വർക്കൗട്ട് ചെയ്യാൻ പോണത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ വീഴും. അതിൻ്റെ അത് പഠിച്ച് പകുതി എത്തുമ്പോഴായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്, അയ്യോ, ഇത് ഞാനുമായിട്ടൊരു ബന്ധുവില്ലല്ലോ, ഇത് പഠിച്ചാൽ പിന്നെ ഇന്ത്യയിൽ ജോലി പോലും കിട്ടത്തില്ല. എല്ലാ കാലം മരണം വരെ ഇംഗ്ലണ്ടിൽ എവിടെയെങ്കിലും തന്നെ ആയിരിക്കണം. പക്ഷേ നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാം അറിയാമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ അറിയത്തില്ലെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയും. എല്ലാം അറിയാം, പക്ഷെ അറിയേണ്ട കാര്യങ്ങൾ അറിയത്തില്ല എന്ന് പറയും. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവചോദനയില്ലാതെ നമ്മുടെ ഒരു ഡിസിഷൻ എടുക്കുന്നത് കൊണ്ടാണ്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ ദൈവമേ, 31-ാമത്തെ സങ്കീർത്തനത്തിലെ 8-ാം വചനം അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ നടക്കേണ്ട വഴി അങ്ങന്റെ മുഖത്ത് നോക്കി ഉപദേശിക്കുമെന്ന് അരുളിച്ചെയ്ത കർത്താവേ, എന്നെ നടക്കേണ്ട വഴികള് കർത്താവേ എന്റെ മുഖതാവിലെ എനിക്ക് ഉപദേശിച്ച് നൽകുവാൻ വേണ്ടി കർത്താവേ എന്നോട് കരുണ കാണിക്കണമേ. ശ്രദ്ധിക്കട്ടെ. സങ്കീർത്തനം 32:8 വായിച്ചോളൂ. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് നിന്നെ ഉപദേശിക്കാം. ഇതിന്റെ വരുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു കാര്യം, ഒരൊറ്റ വചനം ഭയങ്കരമായൊരു വചനമാണ്. ഈ ദിവസങ്ങളിലാണ് ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ നമസ്കാരങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വചനം വീണ്ടും എൻ്റെ ശ്രദ്ധയിൽ വന്നത്. അതായത് നീ നടക്കേണ്ട വഴി, അത് നീ ചെയ്യേണ്ട ബിസിനസ്, നീ പഠിക്കേണ്ട സബ്ജക്റ്റ്, നീ ജോലി, നീ കല്യാണം കഴിക്കേണ്ട ജീവിത പങ്കാളി, എവരിത്തിങ് ഇതിനകത്തുണ്ട്. അത് ഞാൻ നിന്നെ കാണിച്ചു തരാമെന്നാണ് പറയണത്. നീ കല്യാണം കഴിക്കേണ്ട ജീവിത പങ്കാളി, അത് എക്സ് ഓർ വൈ, സ്ത്രീയോ പുരുഷനോ ആരായിക്കൊള്ളട്ടെ. അപ്പോൾ നീ വെക്കേണ്ട വീട്, നീ താമസിക്കേണ്ട ഇടം, നീ പഠിക്കേണ്ട സബ്ജക്റ്റ്, നീ ചെയ്യേണ്ട ജോലി, എല്ലാം എന്താണ്? നീ നടക്കേണ്ട വഴി. നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക്
മുഖതാവിൽ ഉപദേശിക്കുക എന്ന് പറയണത് വെച്ചാൽ നേരെ നമ്മുടെ മുഖത്തോട് മുഖം തിന്നുകൊണ്ട് നമ്മളോട് പറഞ്ഞു തരുമെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ അതായത് നമ്മളോടിങ്ങനെ ആഭിമുഖ്യത്തോടു കൂടി, നമ്മളറിയാമല്ലോ ഒരു ബൈപേഴ്സൺ റിലേഷനായിട്ട് ദൈവമായിട്ടൊരു ബന്ധം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് നീ പരിശുദ്ധാത്മാവിനോട് നീ ചോദിച്ച് വാങ്ങിക്കേണ്ട സംഭവമാണ്. ഈ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും, അതായത് എപ്പോഴും പരിശുദ്ധാവിനെക്കുറിച്ച് വല്ലാത്തൊരു ജാഗ്രത നമ്മൾ സൂക്ഷിക്കണം എപ്പോഴും. അതായത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായി പാടായിട്ട് തോന്നുന്നു, അയ്യോ ആത്മീയ ജീവിതം ഭയങ്കരമാണല്ലോ എന്ന് അല്ല, ഭയങ്കര സിമ്പിളാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹായകൻ എന്ന് പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഒന്ന് വായിച്ചോളൂ, സഹായകൻ. അതായത് ഞാൻ അയച്ചു തരുന്ന സഹായൻ പിതാവിൻ്റെ സഹായകനാണ്. അപ്പോഴേ നമ്മൾ ഈ സഹായകൻ എല്ലാ കാര്യത്തിലും സഹായിക്കും നമ്മളെ. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനം. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ 14-ാം അധ്യായം 26-ാമത്തെ വാക്യം. അതായത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ചെയ്യണത്. ഒന്ന്, നമ്മളെ സഹായിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നടക്കേണ്ട വഴി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാ മേഖലകളിലും സഹായം കിട്ടും, എല്ലാ മേഖലകളിലും. പിന്നെ എന്താണ്, ഒരു കാര്യം സീരിയസ് ആയിട്ട് അതായത് അനുസ്മരിപ്പിക്കുക. അത് ഭയങ്കരമായ, അതായത് നമ്മളുടെ ദൈവമാരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട കാര്യം ഈ അനുസ്മരണമാണ്, ഓർമ്മ. നമുക്ക് ഓർമ്മയില്ലെന്നല്ല, പക്ഷെ സമയത്ത് ഓർക്കത്തില്ല, അതാണ് വിഷയം. സമയത്ത് ഓർക്കത്തില്ല, ഓർമ്മയുണ്ടാകും. പക്ഷേ അത് ഞാൻ ദിവസം ഓർക്കായിരുന്നേ, ഓർമ്മയല്ല പ്രശ്നം, സമയത്ത് ഓർക്കണം. അത് ഇപ്പോൾ ഓരോ കാര്യങ്ങളെ ഒരിക്കൽ ഞാൻ ഡൽഹി പോയി, ഒരു മുൻ മന്ത്രിയുമായിട്ടാണ് പോയത്. നമ്മുടെ അവിടുത്തെ ഒരു മിനിസ്റ്ററിനെ കാണാൻ പോയതാണ്. ഞങ്ങൾക്ക് എല്ലാ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് എല്ലാം കണ്ട് കേട്ട് തിരിച്ചു പോരുക. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് എൻ്റെ കൂടെ ഞങ്ങൾ മുറിയിൽ ഒരുമിച്ച് രാത്രി ഉറങ്ങിയതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി ചായ കുടിക്കാനുള്ള പരിപാടിയൊക്കെയാണ്. കേരള ഹൗസിൽ താമസിക്കണം. അപ്പം ആ സമയത്ത് പെട്ടെന്ന് ഈ പഴയ മുൻ മന്ത്രി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സഹായിയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം പറഞ്ഞു, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യണം. ഇവിടെ ഇന്ന് 3 മണിക്കാണ് നമ്മൾക്ക് ഫ്ലൈറ്റ്. അപ്പം 3 മണിക്ക് 2 മണിക്കൂർ മുമ്പ് നമ്മളവിടെ റിപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഓരോ കാര്യമൊക്കെ പറഞ്ഞ് പുള്ളിയുടെ പേഴ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പുള്ളി വിമാന ടിക്കറ്റ് കണ്ട് 3 മണിക്ക് നമ്മളവിടെ എത്തുകയാണ്. എവിടെ? കൊച്ചിയിലേ. അപ്പോൾ എപ്പോഴാണ് പോകേണ്ടത്? 10 മണിക്കാണെങ്കിൽ പിന്നെ ഇവിടുന്ന് പോയി റിപ്പോർട്ട് ചെയ്യേണ്ട 8 മണിക്ക്. ഇപ്പോൾ എത്ര മണി? 7:30 മണി. മാതാവേ, അവിടുന്ന് ഒരു ഓട്ടമാണ് ഓടണത്. അവിടെ നിന്ന് ഓടിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇപ്പോഴും ചിരിക്കും. ഞാൻ വിമാനത്തിൽ എയർ ഇന്ത്യയിൽ കയറി ഇന്ത്യയിലെ അതിൻ്റെ നമ്മുടെ ഈ മറ്റേ ഇല്ലേ ജെറ്റ് എയർവേസ് കയറി നിൽക്കുമ്പോൾ ഈ നമ്മുടെ മന്ത്രി ബനിയന് വേണ്ടി നിൽക്കണം എൻ്റെ അടുത്ത്. കാര്യം ഷർട്ട് ഇടാൻ സമയം കിട്ടിയില്ല. എന്നിട്ട് പുള്ളിയുടെ കുറേ സാധനമൊക്കെ ഉണ്ടായിരുന്നു. ഈ 3 ദിവസം താമസിച്ചതല്ലേ, അതൊക്കെ എടുത്ത് വാരി വെച്ചാണ് ഓടണത്. ഓടി വിമാനത്തിൽ കയറി നോക്കുമ്പോൾ പുള്ളിയുടെ 2 സഞ്ചി കൂടുതൽ. അപ്പോൾ ഒരു 2 സഞ്ചി ഇരിക്കുന്നത് പുള്ളി. അപ്പോൾ ഞാനിങ്ങനെ സഞ്ചിയൊക്കെ പിടിച്ചിട്ട് വിമാനത്തിൽ നിൽക്കുകയാണ്. അത് നമ്മൾ ഈ മാർക്കറ്റിൽ നിൽക്കണ പോലെ അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഇന്നും ഓർക്കും അതിനെക്കുറിച്ച്, എന്തൊരു സംഭവമാണെന്ന്. അതായത് സമയത്ത് ഓർക്കാത്ത കൊണ്ട് വേണ്ട സമയം ഓർത്ത് നമ്മൾ, പക്ഷേ സമയത്തല്ല ഓർത്തത്. അതാണ് ഓർക്കുമ്പോൾ നമ്മളിപ്പോൾ സമയത്ത് ഓർക്കണം. അതായത് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഓൺ ടൈമിൽ നമ്മൾ ഓർപ്പിക്കും. അത് എത്രയോ പേർക്കാണെന്ന് ഈ അനുഭവം ഉള്ളത്. ദൈവമായിട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈശോയ്ക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഒന്നേത് നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും വേണമെന്നറിയാം.
രണ്ടാമത്തത് നമ്മളത് ഓർപ്പിച്ച് തരാൻ വേണ്ടി ആരെങ്കിലും, നമുക്ക് പല വിചാരവും പല ജ്വരവും ഒക്കെ അല്ലേ മനുഷ്യന്മാർക്ക്. അപ്പം കൃത്യമായിട്ട് ഓർക്കണം. അപ്പോൾ ഓർത്താൽ മാത്രമേ നമ്മൾ അത് സമയം കഴിഞ്ഞ് ഓർത്തിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നടക്കേണ്ട വഴികള് ഞങ്ങളെ ഉപദേശിക്കുന്ന പോലെ തന്നെ യോഹന്നാൻ 14:26 പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ സഹായിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ എല്ലാം ഓർപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ അങ്ങ് ഓർമ്മയായി സഹായമായി ദൈവത്തിന്റെ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കണമേ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇതുപോലെ പ്രാർത്ഥനയ്ക്ക് വേണ്ട ഒരു സംഭവമാണ് പ്രാർത്ഥനയുടെ ഉടമസ്ഥ അവകാശം. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. ഈ ഓർമ്മ പോലെ അതിന് സഹായം കിട്ടേണ്ട പോലെ ഒരു സാധനമാണ്, ഒരു വിഷയമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഒരു ഉടമസ്ഥ അവകാശമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ നമ്മളോടനെ ദൈവം നമ്മളോട് ചോദിക്കുന്ന തിരിച്ചൊരു ചോദ്യമുണ്ട്. ഡു യു ആക്ച്വലി മീൻ ഇറ്റ് എന്ന് ചോദിക്കും. നീ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പക്ഷെ നീ അത് ഉദ്ദേശിക്കുന്നുണ്ടോ? അത് ഒരു ഭയങ്കരമായ ഒരു വിഷയമാണ്. പല കാര്യങ്ങളും നമ്മൾ ദൈവത്തോട് ചോദിക്കും, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കത്തില്ല. ഉദ്ദേശിച്ചാൽ മാത്രമേ അതിൻ്റെ ഉടമസ്ഥത അവകാശം ഉണ്ടാകത്തുള്ളൂ, ഓണർഷിപ്പ്. ആ പ്രാർത്ഥനയുടെ മേലെ സീൽ വേണം ശരിക്കും. അതാണ് നമ്മളൊക്കെ ഇപ്പോൾ ഒരാൾ ചില സമയത്തൊക്കെ കളക്ടറിൻ്റെ അടുത്ത്, ഞാനൊക്കെ ഒരു ബസ് സർവീസിൻ്റെ കാര്യത്തിന് എറണാകുളം കളക്ടറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട്, കളക്ടറുണ്ട്. വൈകുന്നേരം 5 മണിയായി. 5 മണിയായി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് പെർമിറ്റ് ചെയ്തു തരാൻ എന്നോട് സന്തോഷമാണ്. ഞാൻ പ്രീസ്റ്റ് ആയതുകൊണ്ട് പുള്ളി എന്നെ അത് മാനിച്ച് അദ്ദേഹം പെർമിറ്റ് ചെയ്താൻ വേണ്ടി എടുത്തിട്ട് പറഞ്ഞു, ഫാദർ സോറി, നാളെ രാവിലെ ഒന്ന് വരുമോ എന്ന് ചോദിച്ച്. എന്താണ്, എൻ്റെ സ്റ്റാഫ് ഇവിടുന്ന് പോയിരിക്കുക, അതുകൊണ്ട് ഓഫീസ് സീലല്ല അവരാ വെക്കേണ്ടത്. അപ്പോൾ കളക്ടറാണെങ്കിലും നമ്മൾക്ക് തരുന്ന പെർമിറ്റിൽ സീല് വേണം. അതെൻ്റെ ഓഫീസിൻ്റെ മുദ്രയാണ്, അതോറിറ്റിയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രെയർ ചെയ്യുമ്പോൾ ഒരു സീല് നമ്മളത് വേണം. നമ്മളുടെ ഓഫീസിൽ ഒരു സീല് വേണം, ദൈവത്തിൻ്റെയും ഒരു സീല് വേണം. 2 സീല് വേണം നമ്മുടെ പ്രെയറിന്. ഒന്ന് നമ്മളുടെ സ്വന്തം സീല്. കാര്യത്തെ എന്താണെന്ന് വെച്ചാൽ അത് ഈ പ്രാർത്ഥന ആക്ച്വലി ഐ മീൻ ഇറ്റ്, ഞാനിത് ഉദ്ദേശിക്കുന്നുണ്ട്, ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ടിത്. പല ആൾക്കാരും കൊള്ളട്ടെ എന്നുള്ള രീതിയിൽ ഹൈപ്പോത്തിസിസ് അംബിഗ്വസ് ആയിട്ട് പോകും. പ്രെയറിന് വരുന്ന ഒരു പ്രശ്നം അതാണ്. അതായത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ കിട്ടിയാൽ കൊള്ളാം, കിട്ടണമെന്ന് അത്ര നിർബന്ധമൊന്നും കിട്ടില്ല, ഇപ്പോൾ എന്നാ ചെയ്യാനാണ്, തൂങ്ങിച്ചാകാൻ പറ്റുക, ഇങ്ങനെയാണ് ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. കിട്ടിയില്ല, ഇപ്പോൾ എന്നാ ചെയ്യാനാണ്, തൂങ്ങിച്ചാകാൻ പറ്റുമോ മനുഷ്യന് എന്നതിന് ഒക്കട്ടത്. ഇതുപോലെയുള്ള ഈ അഴകുഴമ്പം പ്രാർത്ഥനകളാണ് പണി മേടിക്കുന്നത്. അപ്പോൾ പ്രെയർ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് മുമ്പ് ഒരു സാധനം വെക്കുമ്പോൾ നമ്മൾ പറയണ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യത ഉണ്ടാകണം. കൃത്യത ഇല്ല എന്നുണ്ടെങ്കിൽ അത് വളരെ, പ്രത്യേകിച്ച് ഹയർ നമ്മൾ ഈ ഓഫീസൊക്കെ ചെല്ലുമ്പോൾ ഹയർ അതോറിറ്റിയോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വലിച്ചു വാരി വയ്യാവേരി സംസാരിക്കാൻ പറ്റത്തില്ല. കറക്റ്റ് കാര്യങ്ങളാണ്. അതിന് വിതിൻ നോ ടൈം സംസാരിച്ച് അവസാനിപ്പിക്കുകയും ചെയ്യണം. അതിൻ്റെ പ്രൊഫഷണലിസം അതാണ് അതിൻ്റെ. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ അവർ തന്നെ പിയൂൺ വന്ന് നമ്മളെ പൊക്കി മാറ്റും, ഓഫീസിൽ മാറ്റും. ആ ടൈം കഴിഞ്ഞു നമ്മളുടെ. ആ ടൈം ഒരു ഭയങ്കര സീരിയസ്. അതുപോലെ തന്നെയാണ് ദൈവദൃശ്യന് സംസാരിക്കുമ്പോൾ നമ്മളുടെ കാര്യം പറയുമ്പോൾ കർത്താവ് തിരിച്ച് ചോദിക്കും നമ്മൾ, ആക്ച്വലി ഡു യു മീൻ ഇറ്റ്? ഇതിനകത്ത് പണി കിട്ടിയ ആൾ സെബദിപുത്രന്മാരുടെ അമ്മയാണ്. സെബദിപുത്രന്മാരുടെ അമ്മ, യു ടേക്ക് ദാറ്റ് പാസേജ്. അതായത് എന്താ പ്രശ്നം വെച്ചാൽ അവർ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഒരു മകൻ ഇടതുവശത്തും ഒരു മകൻ വലതുവശത്തും ഇരിക്കണമെന്നൊക്കെ പറഞ്ഞൊരു പ്രെയർ വെക്കും. പക്ഷേ അപ്പോൾ ഈശോ എന്താ ചോദിക്കണത്? അതായത് മർക്കോസിൻ്റെ സുവിശേഷം 10:38, മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 38-ാമത്തെ വാക്യം വായിച്ചോളൂ.
യേശു പ്രതിവചിച്ചു, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഡു യു ആക്ച്വലി മീൻ ഇറ്റ് എന്നാ ചോദിക്കണം. നിങ്ങളത് ഉദ്ദേശിക്കുന്നുണ്ടോ? എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രത്യേക സമ്മർദ്ദത്തിൻ്റെ പേരിലാണ് ഈ പ്രാർത്ഥന ഇപ്പോൾ രൂപപ്പെട്ടു വന്നത്. സെബെദീപുത്രന്മാർക്ക് അമ്മയ്ക്ക് ഈ പ്രാർത്ഥന ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ്? അത് സ്വയം ഉണ്ടായിട്ടുള്ള ഒരു സ്വയംകൃതമായിട്ടുള്ള പ്രാർത്ഥനയല്ല, ഒരു സമ്മർദ്ദ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് സമ്മർദ്ദങ്ങൾ എന്ന് വെച്ചാൽ എന്താ കാര്യം വെച്ചാൽ, പത്രോസിന് തലേ ദിവസം താക്കോൽ കൊടുത്തതാണ് പ്രശ്നമായത്. അപ്പോൾ പത്രോസ് താക്കോൽ കൊടുത്തപ്പോൾ ഈ സെബെദീപുത്രന്മാർ ഇടിവെട്ട് പാട്ട്, അല്ല പേര് തന്നെ ബൊനർഗസ്, ഇടിനാഥത്തിൻ്റെ പുത്രന്മാരെന്നാണ്. എവിടെ ചെന്നാലും ഇടിവെട്ട് പരിപാടിയെ കാണിക്കത്തുള്ളൂ. അതാണ് ആ സമരക്കാരെ കൊല്ലാനൊക്കെ ചോദിച്ചതിൻ്റെ കാര്യം അതാണ്. കാര്യം അവിടെ കയ്യിരിപ്പതാണ്. അതിന് പറ്റിയ അമ്മയുമാണവർ. അപ്പോൾ മക്കൾക്ക് പറ്റിയ അമ്മ, അമ്മക്ക് പറ്റിയ മക്കളാണ്. പക്ഷേ വലിയ കുഴപ്പക്കാരല്ല, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. വേറെ പ്രശ്നങ്ങളൊന്നുമല്ല. അതിൻ്റെ തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പിടിവാശിയായിട്ട് നിൽക്കണമല്ല, അങ്ങനെ കർത്താവ് എടുക്കത്തില്ലല്ല. പക്ഷേ തങ്ങൾക്കൊന്നും കുറഞ്ഞു പോകരുതെന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ആഗ്രഹമുള്ളൂ. അപ്പോൾ അവർ അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മേ ഇവിടെ പണിയായി, ആപ്പാട് താക്കോലുണ്ടായിരുന്നൊക്കെ പത്രോസിന് കൊടുത്തെന്ന് കേട്ടതെന്ന് ചോദിച്ചപ്പോഴാണ് ആ ചേടത്തി വിറഞ്ഞ് തല്ലിക്കട്ട് വരണത്. അപ്പോൾ കർത്താവിനോട് പറയും, നീ രാജ്യം സ്ഥാപിക്കുമ്പോൾ ഇപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുമെന്നും പറഞ്ഞുകൊണ്ട് കർത്താവ് ഒരു കൺഫ്യൂഷനുമില്ല പത്രോസിനാണ് അവിടെ പറഞ്ഞത്. അത് ആ ചേടത്തി ആ സാധനം ഈശോ അത് പറഞ്ഞെങ്കിലും ചേടത്തി അതിനൊരു പുല്ല് വില കൊടുത്തത്. പിന്നെ താക്കോൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ മകന് ഞാൻ മേടിച്ചിരിക്കും, വേറെ വിഷയം എൻ്റെ അകത്തൊന്നും ഇല്ലെന്ന് പറയും. അവർ 10 ദിവസം കൊടുത്തതും മേടിച്ചതൊന്നും ഇവിടെ അറിയേണ്ട ആവശ്യമില്ലെന്ന്. അവരുടെ വരവ് തന്നെ ഒരു കൊടുങ്കാറ്റ് പോലെയാണ് അവർ വരണത്. അവർ പറഞ്ഞ് താക്കോൽ ഒരെണ്ണം ഉണ്ടായത് കൊടുത്തു പോയെന്ന്, അതൊന്നും ഇവിടെ അറിയേണ്ട ആവശ്യമില്ലെന്ന് പറയും. ഇവിടെ താക്കോൽ ഒരെണ്ണം അവിടെ അങ്ങനെ വല്ല പരിപാടി ഇവിടെ ഉണ്ടെങ്കിൽ അതിന് എൻ്റെ മകനും ഒരെണ്ണം കിട്ടണം. ഒന്ന് കിട്ടിയാൽ പോലെ, അങ്ങനെ എനിക്ക് 2 മക്കളാണ് ഉള്ളത്, അവനെയും കൊടുക്കണം ഒരെണ്ണമെന്നും. അപ്പോൾ ഇവർ എടുത്ത് പാവപ്പെട്ടവൾ ഒരു സിമ്പിൾ ലേഡിയാണ് അവർ സിമ്പിൾ ലേഡിയാണ്. കാര്യം അവരങ്ങനെ ഇതെല്ലാം ഒരു ഉപദ്രവകാരിയല്ല. കാര്യം ഉപദ്രവകാരിയാണെങ്കിലേ അവർ സമ്പത്ത് വിറ്റ് കർത്താവിന് കുറേ പൈസ അവർക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് ഈശോയുടെ ഈ ശിഷ്യന്മാർക്ക്. അതാണ് അവർക്ക് അത്തരം വിറയണതിൻ്റെ കാര്യം. സലോമി എന്ന ഇവരുടെ പേര്. സലോമി അങ്ങനെ വരണത് വെറുതെ വന്നതല്ല. സലോമിക്ക് ഇവിടെ കുറച്ച് ക്ലെയിംസൊക്കെ ഉണ്ട്. കുടുംബ വസ്തുവൊക്കെ വിറ്റ സമയത്തെ അതിൻ്റെ ഓഹരി കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മക്കളിവിടെ നിൽക്കണ കാരണം അവർ കർത്താവിൻ്റെ ആ ഒരു സമൂഹത്തിന് വേണ്ടി പൈസ യൂദാസിനെടുത്താണ് ഇരിക്കണത്, അത് വേറെ വിഷയം. പക്ഷേ എന്നാലും കൊടുക്കാനുള്ളത് സലോമി കൊടുത്തതാണ്. പക്ഷേ ഇപ്പം കിട്ടാനുള്ള കാര്യം വന്നപ്പോൾ തെങ്ങും ചാരിയുന്നവൻ മണ്ണും പെണ്ണും കൊണ്ടുപോയെന്ന് പറഞ്ഞ പോലെ 10 ദിവസം സംഭവം കൊണ്ടുപോയി. ഇതാണ് ചേടത്തിക്ക് വിറഞ്ഞത്. ചേടത്ത് നേരെ വന്നിട്ട് പറയും, എൻ്റെ ഒരു മകൻ ഇവിടെ ഇന്നലെ ആണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു, അതൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, രാജ്യം സ്ഥാപിച്ചെന്ന് താക്കോൽ കൊടുത്തെന്നൊക്കെ പറയാം, അതൊന്നും ഇവിടെ കേൾക്കേണ്ട കാര്യമില്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ മകൻ ഒരാൾ വലതുവശത്തും ഒരാൾ ഇടതുവശത്തും ഇരിക്കാൻ കൽപ്പിക്കണം. അപ്പോൾ എന്താണെന്നുള്ളതൊരു പിടി കിട്ടിയിട്ടില്ല. ഇത് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അതാണ് ഈശോ ചോദിക്കണത്. നീ എന്താണ് ചോദിക്കണതെന്ന് നിനക്ക് തന്നെ അറിയാവോ? അതാണ് എന്താണ് 10-ാം അധ്യായം 38-ാം വാക്യം. അവിടെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ചേടത്തിക്ക് അറിയത്തില്ല എന്താണ് ചോദിക്കണമെന്ന്. ഇത് വലിയൊരു വിഷയമാണ്. നമ്മൾ ദൈവദർശനെ പല കാര്യങ്ങളും ചോദിക്കും, പക്ഷേ ചില കാര്യങ്ങൾ ചോദിക്കുന്ന കാര്യം ശരിക്കും നമ്മളത് ഓൺ ചെയ്യുന്നുണ്ടോ എന്നറിയത്തില്ല. ഉടമസ്ഥത, പ്രാർത്ഥനയുടെ ഉടമസ്ഥത ഓൺ ചെയ്യുന്നുണ്ടോ? ഇപ്പം നിങ്ങൾ 2 വീട്ടിൽ ഒരു മകനുണ്ടെന്ന് വിചാരിച്ചു, വേറെ ആരുമില്ല, അപ്പനും അമ്മയും ഉണ്ട്, അവിടെ വീട്ടിൽ താമസിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കണത് എന്താണ്? എല്ലാവരും 2-3 നില വീടൊക്കെ വെക്കണം, വെറുതെ വെക്കണേ വീടൊക്കെ. 3 നിലയെന്ന് പറയണത് 2 നില തുടങ്ങിയിട്ട് എൻജിനീയർമാരത് 3 നിലയാക്കി കൊടുക്കും അവർക്ക്. അത് കുഴപ്പമില്ല. ഒരു 10-50 ചാക്ക് സിമെൻറ്റും ഒരു 10-500 കിലോ കമ്പി ഇറക്കിയാൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ. എവിടെ? അങ്ങനെയാണ് അവർ പറയണത്. നമുക്കിത് 3 നിലയാക്കിയാൽ എന്താ കുഴപ്പമിരിക്കണം? 10-50 ചാക്ക് സിമെൻറ്റ്, ഒരു 10-500 കിലോ കമ്പി ഉണ്ടെങ്കിൽ സംഭവം കുറച്ച് പണിക്കൂലി ഉണ്ടെങ്കിൽ പണി തീരുമെന്ന് പറയും. അപ്പോൾ പക്ഷേ എന്തിനാ പറയണത്? 2 നില കഴിഞ്ഞാൽ ബാക്കി സാധനം ആണ് ഇത്. അപ്പം അത് 3 നിലയാക്കി കൊടുക്കും. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം വേറെ എവിടെയെങ്കിലും വീട് വെക്കാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഫയൽ ചോദിക്കുമ്പോൾ പറയും, ഞാൻ വെച്ചതാണ് അവിടെ കാണുന്ന ആ ജംഗ്ഷനിലുള്ള വീട്, ആ 3 നില വീട്. അപ്പോൾ 3 നില വീടെന്ന് പുള്ളിയുടെ ബയോഡേറ്റ കൂട്ടാൻ വേണ്ടി നമ്മൾ ദുർവിനിയോഗിക്കുകയാണ്. എഞ്ചിനീയർമാർ പലയിടത്തും അങ്ങനെ ചെയ്യണത്. അത് അങ്ങേരുടെ ഫോറോളിയോ, അതായത് അങ്ങേരുടെ റെസ്യൂം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ
ബാങ്കുകാരുടെ കൊണ്ടുപോയി നമ്മളെ ചേടിച്ചിട്ട് ഈ തേനീച്ചക്കുള്ള പരിപാടിയൊക്കെ കാണിക്കും. അതായത് ആറ്റക്കിളിക്കൊരു പരിപാടിയുണ്ട്. ഈ മിന്നാമിനുങ്ങ കയറി പിടിക്കും. മിന്നാമിനുങ്ങനെ കയറി പിടിച്ചിട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ആദ്യമേ ആറ്റി പോയി കൊക്കിൽ ചെള്ള എടുക്കും. ചെളി എടുത്തിട്ട് ഈ ആറ്റക്കൂടിനകത്ത് ചെള്ള ഒട്ടിച്ച് വെക്കും. ഇത് മിന്നാമിനിങ്ങനെ പിടിച്ചിട്ട് രാത്രി മിന്നാമിനിങ്ങിൻ്റെ തല കൊണ്ടുവന്ന് ചിലയിടത്ത് പൂത്തി വെക്കും. അപ്പോൾ മിന്നാമിനിങ്ങനെ പുറകെ ഇരുന്നുകൊണ്ട് തെളിഞ്ഞുകൊണ്ടിരിക്കും വീട്ടിൽ. ഈ പരിപാടി പല ആൾക്കാരും കാണിക്കും. അവരവർക്ക് വെളിച്ചം കാണാൻ വേണ്ടി അവരുപയോഗിക്കും. ഇതുകൊണ്ട് തന്നെയാണ് ഈ പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു മകനേ ഉള്ളവിടെ അല്ലെങ്കിൽ താമസിക്കാനുള്ളത്. അപ്പോഴേ ഇത് 3 നില വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഭയങ്കരമായ ഒരു പകിട്ട് തോന്നും. 3 നിലയാണ്, തലയൊക്കെ എടുത്ത് നിൽക്കുക. പക്ഷേ പഞ്ചായത്തുകാർ പറയും, ഉടനെ പഞ്ചായത്തുകാർ പറയും, പിന്നെ പഴയ കാര്യമില്ല, ഇപ്പം പുതിയ ബഡ്ജറ്റൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ പഞ്ചായത്തല്ല കോർപ്പറേഷനാണ് അല്ലെ മുനിസിപ്പാലിറ്റി ആണെന്നൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ കിഡ്നി അടിച്ചുകൊണ്ട് പഞ്ചായത്തുകാർ പോകും. എന്താ സംഭവം? നമ്മളൊക്കെ കോർപ്പറേഷനല്ല, അടിപൊളി സൂപ്പർ പരിപാടിയല്ലേ എന്ന് വെച്ചാൽ, ഈ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനായി കഴിയുമ്പോൾ ടാക്സ് അതിൻ്റെ ഇരട്ടി കൂടിയും 3 നിലക്കുള്ള അതായത് ഇവിടെയെങ്കിലും ചെന്ന് അവസാനിക്കത്തില്ല. ഇത് ഇങ്ങനെ അക്കടികൾ മനുഷ്യനെ പറ്റിക്കൊണ്ടേയിരിക്കും. കാര്യം മനുഷ്യന് വാനിറ്റി ഉണ്ട്. വാനിറ്റി, അതായത് ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയല്ലെന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം. ഈ സാധനത്തിനാണ് ലോകാരൂപി എന്ന് പറയുന്നത്. ലോകാരൂപി. അപ്പോൾ എന്നാ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കണ്ടൻറ്റ് നമ്മളത്ര കുറഞ്ഞ പുള്ളിയല്ല, 3 നിലയെങ്കിൽ 3 നില പോരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അതൊക്കെ മൗനസമ്മതം കൊടുക്കുമ്പോൾ ഇതിൻ്റെ വരുന്നൊരു വിഷയം, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിനക്ക് നമ്മുടെ അവയവം വിറ്റാലും പോലും കാശ് തീരാത്ത രീതിയിലുള്ള ടാക്സ് വരും. കാര്യം അതിൻ്റെ എന്ത് സംഭവമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ടൈൽസാണോ ഉപയോഗിച്ചിരിക്കുന്നത്, അത് ഗ്രാനൈറ്റാണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ അനുസരിച്ച് ടാക്സ് അതനുസരിച്ച് സ്ലാബ് വരണത്. അപ്പം കാശ് മിച്ചമുള്ള ആൾക്കാരൊക്കെയാണ് ഇങ്ങനെയുള്ള കുറേ പരിപാടിയൊക്കെ ചെയ്ത് വെക്കണത്. കുറേ കാശ് മിച്ചമുള്ള ആൾക്കാർ, അത് അവർക്ക് അല്ലെങ്കിൽ ടാക്സ് പ്രോബ്ലമൊക്കെ ഉള്ളവർ, അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, അവർ വീട് തന്നെ വെക്കും. അപ്പോൾ ബിസിനസ്സുകാരൊക്കെ ചെയ്യുന്നതിൽ തെറ്റില്ല. കാര്യം അവർ വേറെ രീതി ബിസിനസ് ചെയ്യണമെങ്കിൽ തന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു ഗിമിക്ക് കാണിക്കാതെ ബിസിനസ് പൈസ കയ്യിലുണ്ടെന്നൊന്നും അറിയത്തില്ല. അല്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ബിസിനസ്സിന് പകരം. പക്ഷേ വെറുതെ നിൽക്കുന്ന അവനവരുടെ ജോലി അനുസരിച്ച് വെറുതെ നിൽക്കുന്നവന് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തോന്നുമ്പോൾ റിസെപ്റ്റിവിറ്റി എന്നും ഒരു സംഭവമുണ്ട്. പ്രാർത്ഥനയിലുള്ള സംഭവമാണ് റിസെപ്റ്റിവിറ്റി എന്ന് വെച്ചാൽ സ്വീകാര്യക്ഷമത, ദൈവ അനുഗ്രഹത്തിൻ്റെ സ്വീകാര്യക്ഷമത. ദൈവം നമ്മൾ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചാലും നമുക്ക് സ്വീകരിക്കാനുള്ള പാത്രം നമ്മുടെ കയ്യിലുണ്ടാകത്തില്ല. അതാണ് റിസെപ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 14:17 യോഹന്നാൻ്റെ സുവിശേഷം 14:17 ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ഈ ലോകാരൂപിയാൽ നയിക്കപ്പെടുന്നവർക്ക്. ഇപ്പോൾ ഈ 3 നില വീടിൻ്റെ വല്ല കാര്യമുണ്ടോ? പക്ഷേ ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയല്ലെന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഈ നാട്ടിൽ വേറെ ആരും ഇതുപോലെ ഈഫൽ ഗോപുരം വെക്കരുത്. അങ്ങനെ പല ഐഡിയയാണ് പുള്ളിയുടെ മനസ്സിലിരിക്കുന്നത്. ഇനി ഇവിടെ ആരെല്ലാം കേവലം വിളിച്ച് കാനഡയിലും അമേരിക്കയിലും എവിടെ പോയാലും ശരി 3 നില വീട് ഈ നാട്ടിൽ വെക്കരുത്. ഞാൻ തന്നെ വേളുകൃഷ്ണൻകുട്ടിയുടെ കഥാപാത്രം സ്ഥലത്തെ പ്രധാന ദിവ്യൻ. അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇതാണ് ഈ ആത്മാവെന്ന് പറയുന്നത്. ഈ ആത്മാവ് ലോകത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ടാണ് ഈശോ പറയണത് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല. അപ്പം നിങ്ങൾ മറ്റേ ആ ചേടത്തിയോട് ചോദിച്ചത് എന്താണ്? നിങ്ങൾക്കറിയത്തില്ല നിങ്ങൾ എന്താണ് ചോദിക്കണതെന്ന്. ദാറ്റ് മീൻസ് പ്രാർത്ഥനയുടെ ഉടമസ്ഥാവകാശം അവരെടുക്കണില്ല, അവർക്കില്ല. കാര്യം അവർക്ക് അറിയത്തില്ല അവരെന്താണ് ചോദിക്കുന്നതിനെക്കുറിച്ച്. 18:30 അതാണ് 10:38 മർക്കോസിൻ്റെ സുവിശേഷം 10:38 അതാണ് ചോദിക്കുന്നത്. എന്താണ് നിങ്ങൾ ചോദിക്കണതെന്ന് നിങ്ങൾക്കറിയത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയുടെ ഉടമസ്ഥാവകാശം അവർക്കില്ല. അവരുടെ പേരല്ല ആ പ്രാർത്ഥന. ഇപ്പം തന്നെ ശബദിപുത്രന്മാരുടെ അമ്മയുടെ ആ പ്രാർത്ഥന അമ്മയുടെ പേരിലല്ലല്ലോ. പത്രോസിന് താക്കോൽ കൊടുത്തതിൻ്റെ പേരിലുണ്ടായിരുന്ന സമ്മർദ്ദ വിഷയമാണ്. സമ്മർദ്ദ വിഷയം വരുന്ന വിഷയം എന്ന് വെച്ചാൽ അത് ഫിലിപ്പിയർ 2:3 വാക്കുണ്ട്. മാത്സര്യമോ
മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. വീട് വെക്കണ കാര്യം മാത്രമല്ല, കല്യാണമുണ്ട്, അതിൻ്റെ അകത്ത് ജോലിയുണ്ട്, പഠനമുണ്ട്, യാത്രയുണ്ട്, വീടുണ്ട്, അത് നമ്മുടെ വസ്ത്രമുണ്ട്, ചെരിപ്പുണ്ട്, എല്ലാം. പള്ളിയിലൊക്കെ വന്ന ആൾക്കാർ എന്താ നോക്കണത്? പുതിയ ബ്രാൻഡ് ഏതാണെന്നല്ല നോക്കണത്, ചെരുപ്പേരൊക്കെ നോക്കണത്. ചെരുപ്പ് കാണാനുമില്ല. ഇപ്പോഴത്തെ പുറത്തോട്ടിറങ്ങുമ്പോഴേ നമ്മൾ ചെരുപ്പ് കാണത്തില്ല. എല്ലാ പള്ളിയിലും ഉണ്ടെന്ന് അറിയത്തില്ല. എൻ്റെ പള്ളിയിലൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഇരുന്ന പള്ളിയിലൊക്കെ. അതാണ് ചില അച്ഛന്മാരൊക്കെ പ്രസംഗിക്കത്തില്ലേ, ആത്മരക്ഷയ്ക്ക് വന്നപ്പോൾ പാദരക്ഷയും കൊണ്ട് അടിച്ചുകൊണ്ട് പോയിരുന്നു. അങ്ങനെയൊക്കെ ഒരു സംഭവം. കാര്യം ആൾക്കാർ നല്ലത് നോക്കി എടുക്കുകയാണ്. ഇത്രയേ ഉള്ളേ ഈ ആൾക്കാരുടെയൊക്കെ ഒരു അവസ്ഥ, റിസെപ്റ്റിവിറ്റി അത്രയേ ഉള്ളൂ. പള്ളി കവാടത്ത് വരുമ്പോൾ തന്നെ ഒരു മെച്ചമായ സാധനം കാണുകയാണെങ്കിൽ ആ സാധനം പിന്നെ കാണത്തില്ല. നമ്മൾ എല്ലാവരും ഒന്നല്ല, 1-2 പേരൊക്കെ ആ ടൈപ്പൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. എന്താ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസെപ്റ്റിവിറ്റി ഒരു പ്രശ്നമാണ്. അതായത് ഒന്ന്, പ്രാർത്ഥനയുടെ ഉടമസ്ഥത. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ലഭിക്കും എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകണം. അഥവാ ലഭിക്കാൻ പറ്റിയ കാര്യങ്ങളെ ചോദിക്കാവൂ. ആ ചേട്ടത്തി ചോദിച്ചത് ലഭിക്കാൻ പറ്റിയ കാര്യമല്ല. അതാണ് ഈശോ ചോദിച്ചത്. നിങ്ങൾ എന്താണ് ചോദിക്കണമെന്ന് ഒരു ഐഡിയയും ഇല്ല. ചേട്ടത്തി നിങ്ങൾ എന്താണ് ചോദിക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയയും ഇല്ലല്ലോ. അവരെ ഉടമസ്ഥയില്ല. കാര്യം ഇത് മത്സര പ്രാർത്ഥനയാണത്. കാര്യം ഇന്നലെ എന്തോ സംഭവിച്ചു എന്നതിൻ്റെ വെളിച്ചത്തിൽ 10 ദിവസം താക്കോല് കൊടുത്തു എന്നുള്ളതിൻ്റെ വെളിച്ചത്തിൽ മത്സര ബുദ്ധിയോട് കൂടുവെന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ വീട് വെക്കണ കാര്യമായാലും ജോലിയുടെ കാര്യമായാലും വ്യർത്ഥ അഭിമാനം തന്നെ ഉണ്ട്. നല്ല അഭിമാനമുണ്ട്. കാര്യം ദൈവത്തെ മുൻനിർത്തി അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്നൊക്കെ പറയത്തില്ലേ. 1 കൊറിന്ത്യൻസ് 1:31 എന്താണ് ഏറ്റു പറഞ്ഞേ? അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. അപ്പം ഇതാണ് യഥാർത്ഥ അഭിമാനം. ദൈവത്തിലാണ് അഭിമാനിക്കണം നമ്മൾ. അതുകൊണ്ടാണ് അല്ലാതെ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള എല്ലാ അഭിമാനത്തെക്കുറിച്ച് പറയുന്നത് വ്യർത്ഥ അഭിമാനം എന്നാണ്. ബൈബിൾ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ് വ്യർത്ഥാഭിമാനം. അതുപോലെ തന്നെ വ്യർത്ഥമായ കാര്യങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങൾ, വ്യർത്ഥമായ കാര്യങ്ങൾ, തർക്കങ്ങൾ എന്നുവെച്ചാൽ വ്യർത്ഥത്തിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥം ഇല്ലാത്തതെന്ന് എൻ്റെ അർത്ഥം അല്ലേ? വ്യർത്ഥം, അർത്ഥമില്ലാത്തത്. അപ്പോൾ പല കാര്യങ്ങളും, ചില തർക്കങ്ങളൊക്കെ ഇല്ല. ചില ആൾക്കാരൊക്കെ രാത്രിയും പകരുന്നാണ് തർക്കിക്കണ കാലം. അപ്പോൾ ചില ആൾക്കാർ പോയി ഉറങ്ങും. എന്താ കാര്യം? ഇതിൽ കഥയൊന്നുമില്ലെന്ന്. കഥയില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കണ, കോഴി കാർക്കിക്കണ പോലെ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് ചില ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. വെറുതെ തർക്കിക്കും. മോഡിയാണ് വലുതെന്ന് പറഞ്ഞപ്പോൾ ചിലർ പറയും അല്ല മറ്റേ പുട്ടിനാണ് വലുത്. ഇവർക്കെല്ലാം വേണ്ടത് ദൈവത്തെ. ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞാൽ മോശമായിട്ട് സംസാരിക്കുകയല്ല. പക്ഷേ ഭൂമിയിലെ രാജാക്കന്മാർ ആരായാലും അവർ ദൈവങ്ങളല്ലല്ലോ, ശരിക്കും ദൈവമല്ലല്ലോ. അപ്പോൾ അവരാരായാലും ശരി, ഇപ്പോൾ ചില പറയും ഈ എളിയ ജീവിതം, ഇപ്പോൾ കേജ്രിവാളിൻ്റെ അങ്ങനെ മുണ്ടൊക്കെ ഉടുത്ത് അതുപോലെ തന്നെ ഷർട്ടൊക്കെ ഇട്ട് സാധാരണ മനുഷ്യപ്പുറം നടക്കുമ്പോൾ അത് അങ്ങേരാണ് വലുത് എന്ന് പറയും. അപ്പോൾ മോഡി നല്ല ഷർട്ട് വാങ്ങിച്ച് നടക്കുമ്പോൾ അത് മോശമാണെന്ന് പറയും. അപ്പോൾ ഈ രാഷ്ട്രീയക്കാർ അവരുടെ അണികൾ ഓരോരുത്തരും അവരുടെ നേതാക്കന്മാരെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കും. ഇതിനാണ് വ്യർത്ഥമായ കാര്യങ്ങളെക്കുറിച്ച് തർക്കിക്കരുതെന്ന് ബൈബിൾ പറയണത്. കാര്യം വ്യർത്ഥമായ കാര്യങ്ങൾ അഭിമാനം കൊള്ളുക, വ്യർത്ഥമായ കാര്യങ്ങളിൽ ഇപ്പം ഈ നമ്മളുടെ ഈ യുക്രൈൻ പിടിച്ചെടുക്കണത് കൊണ്ട് പുള്ളിയുടെ കാലം തീരാൻ പോവുകയാണ്, പുടിൻ്റെ കാലം. അപ്പോൾ അതൊക്കെ മുമ്പ് യുക്രൈൻ പിടിച്ച് ഇതിൻ്റെ ഭാഗമാക്കിയെടുക്കുക. യുക്രൈൻ മൊത്തം കിട്ടത്തില്ലെങ്കിലും കുറച്ച് ഭാഗം എടുത്ത് വെക്കുക. അപ്പോൾ അത് അങ്ങനെ ഒരു വ്യർത്ഥാഭിമാനത്തിലാണ് ഈ മനുഷ്യൻ ആയിരങ്ങളെ കൊന്നു കൂട്ടണത്. അതുകൊണ്ടാണ് ചിലർ പറയണത് ഇത് ഭ്രാന്താണെന്നൊക്കെ പറയാൻ കാര്യം ഇതാണ്. നമ്മുടെ ഇന്ത്യൻ മീഡിയ ഒന്നും പുടിനെ പറയാത്തതിൻ്റെ കാരണം നമുക്ക് നയതന്ത്ര ബന്ധം കുറേ കൂടിയ, അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻസ് കൂടുതലായതുകൊണ്ടാണ് ഇന്ത്യൻ മീഡിയ ഈ വിഷയത്തിൽ. പക്ഷേ ഒത്തിരിയേറെ ഈ അവസാന കാലങ്ങളിൽ ആവശ്യമില്ലാത്ത അടിച്ചേൽപ്പിച്ച യുദ്ധത്തിൽ ഒത്തിരിയേറെ പാവപ്പെട്ടവർ മരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വിഷയം അറിയണമെങ്കിൽ നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവുന്നത് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ ശ്രീലങ്ക അതിലെ ആൾക്കാർ ഇവിടെ വന്ന് നമ്മുടെ പ്രധാനമന്ത്രിയോട് കുറേ കടം ചോദിച്ചിട്ട് 7,000 കോടി രൂപ കഴിഞ്ഞ ദിവസം കൊടുത്തു. കാര്യം അവിടുത്തെ അപ്പോൾ തുറമുഖം നമുക്കത് കുറച്ച് ലീസിനെ കിട്ടുന്ന രീതിയിൽ ഒരു അറേഞ്ച്മെൻറ്റാണ്. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ചില സമയത്ത് ഇതിൻ്റെ അകത്ത് തർക്കങ്ങളും അതുപോലെ തന്നെ
ഇപ്പോൾ ഇനി ഈ ഒരു സംഭവത്തിൽ വേറെ ഒരു ഇതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ, ഈ ശ്രീലങ്കയിലെ ആൾക്കാർ വലിയ AK-47 ഇട്ട് വന്ന് ട്രിവാൻഡ്രത്ത് വന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഈ നാട്ടിൽ കയറി അവിടെയും ഇവിടെ ആലപ്പുഴയും ട്രിവാൻഡ്രത്തും കാസർഗോഡൊക്കെ കൊണ്ടുവന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും വെടിവെക്കണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ചേട്ടനെ അപ്പനെയൊക്കെ അവർ ശ്രീലങ്കക്കാർ വെടിവെക്കണമെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ പേടിച്ചു പോകത്തില്ലേ? ജീവിതം കൊണ്ട് ഓടിപ്പോകത്തില്ലേ? കാറിക്കൂവിയത്തില്ല. ഇത് തന്നെയല്ല യുക്രൈനിലെ സ്ഥിതി. യുക്രൈൻ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞു രാജ്യത്ത് ഈ വലിയ രാജ്യക്കാർ വന്നിട്ട് ബോംബ് വെക്കുകയാണ്. സ്വന്തം അപ്പനൊക്കെ മരിച്ചു വീണ സ്വന്തം മകളൊന്ന് കണ്ടുകൊണ്ടിരിക്കേണ്ട കാഴ്ച നോക്കി ആര് സഹിക്കും ഇത്? നമ്മൾ യുക്രൈന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടുത്തെ ആൾക്കാരുടെ ഫീലിംഗ് എന്താണെന്ന് അറിയണം. കാരണം അപ്പുറത്തെ രാജ്യത്തുള്ള ആൾക്കാർ ഒരു സുപ്രഭാതത്ത് വലിയ AK-47 പീരങ്കിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള വീടൊക്കെ അടിച്ചു പൊളിക്കണം, പള്ളിയൊക്കെ പൊളിക്കണം. നമ്മളവിടെ സമാധാനം നിന്ന് ജീവിതത്തിൻ്റെ അടുത്ത ആൾക്കാർ അടുത്ത അതിർത്തിയിലുള്ള ആൾക്കാർ വന്നിട്ട് നമ്മുടെ നാട്ടിൽ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാതെ നമ്മുടെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരൊക്കെ കൊലവിളിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നാരകീയ കിരാതമായ സംഭവം ഇതിനേക്കാളും നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ കാട്ടിലൊക്കെ നടക്കണം കാട്ടുനീതി. ഇപ്പം ചില ഒരു മാനിനെ ഓടിച്ചിട്ട് പിടിക്കുമ്പോൾ, ഒരു പുലി പിടിക്കുമ്പോൾ അത് ആനിമൽ പ്ലാനറ്റിൽ കാണുമ്പോൾ ഷോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കിടന്ന് കാറത്തില്ലേ? അതിനേക്കാൾ എത്രയോ 10,000 മടക്കിന് കിരാതമായ സംഭവങ്ങളല്ലേ അവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് ഈ സമയത്ത് ഒന്ന് ഓർക്കണം. അവിടുത്തെ കുഞ്ഞുങ്ങളെ പപ്പ മരിച്ചായിട്ട് അറിയാതെ കിടന്ന് ഉറങ്ങണ കുഞ്ഞുങ്ങളുണ്ട് അവിടെ. ഭക്ഷണം ഇപ്പം കൊണ്ടുവരുന്നത് കിട്ടാത്ത കുഞ്ഞുങ്ങളുണ്ട്. തമ്മിൽ കണ്ട് പിരിയഞ്ഞിട്ട് ദിവസങ്ങളായിട്ട് കാണാത്ത അമ്മയും മക്കളുണ്ട്. അവരൊക്കെ ബാങ്കേഴ്സ് താമസിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള മാനസികാവസ്ഥ, ആ നാരകം പിശാച് താണ്ഡവമാടുന്ന സ്ഥലത്ത് പരിശുദ്ധ അമ്മ എത്രയും വേഗം അവിടെ എത്തി യേശുവിൻ്റെ ശക്തി ആ മേഖലയെ പ്രസരിച്ച് തിന്മ പ്രതിരോധിക്കാൻ വേണ്ടി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എഫിക്കസി ഓഫ് പ്രയറാണ് നമ്മുടെ ധ്യാന വിഷയം. ഉടമ്പടിയിലൊക്കെ നമ്മൾ കാര്യം വെക്കുമ്പോഴും അത് പുതുക്കുമ്പോഴും നമ്മൾക്ക് അതിനെ പോലെ ഉടമസ്ഥതയുണ്ടാകണം. ഈ വിഷയം നടക്കണം. ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് വ്യക്തതയുണ്ട്. ഇത് കിട്ടാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ ഷാർപ്പായിട്ടുള്ള ഒരു കോൺഷ്യസ് ഈ വിഷയത്തിലുണ്ടാകണം. അല്ലാതെ ഒക്കട്ടെ കിട്ടിയാൽ കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കിട്ടിയാൽ കൊള്ളാമെന്നും പറഞ്ഞുകൊണ്ട് വെക്കരുത് ഒരിക്കലും. കാര്യം നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്, അലങ്കാരമായ കാര്യങ്ങളല്ല. പല ആൾക്കാരും അലങ്കാരം കൂട്ടാനാണ് നോക്കണത് ഇല്ലേ? ഇപ്പോൾ കാറിൻ്റെ ബ്രാൻഡ് കൂടുമ്പോൾ അലങ്കാരമായി അതിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോ സംഭവം ഇപ്പോൾ നമുക്ക് ചില ആൾക്കാർ കടം വാങ്ങിച്ചിട്ട് അലങ്കാരം ചെയ്യും. അത്യാവശ്യ കാര്യങ്ങളാണ്. കാര്യം ഈ അത്യാവശ്യ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഉപരി വിദ്യാഭ്യാസം അത്യാവശ്യ കാര്യമാണ്, വളരെ അത്യാവശ്യ കാര്യമാണ്. കാര്യം കോമ്പറ്റേറ്റീവായിട്ടൊരു വേൾഡിൽ ജീവിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിലല്ല നമ്മുടെ മക്കൾ ജീവിക്കണത്. അത് ഭയങ്കര കുറച്ചുകൂടി ആവശ്യമായിട്ടുള്ള ഒരു കാലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തുമാത്രം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു മാറ്റാൻ പറ്റും അത്രയും ആൾക്കാർ പഠിപ്പിക്കും. അല്ലെങ്കിൽ അവരെ കൈത്തൊഴിലെങ്കിലും പഠിപ്പിക്കും, ചെയ്യണ ജോലി ഭംഗിയായിട്ട് പഠിപ്പിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ നിങ്ങൾക്ക് എനിക്ക് തോന്നിയിരിക്കണ ഇതാണ്, പ്രാർത്ഥന മതിയായ ഒരവസ്ഥ ഒരിക്കലും വരത്തില്ല. ഭക്ഷണം മതിയായ ഒരവസ്ഥ ഉണ്ടാകും ഇല്ലേ? നമ്മൾ പന്തിയിലൊക്കെ പോയി നിൽക്കുമ്പോൾ ആൾക്കാർ വിളമ്പുകാർ കുറേ ഉണ്ടാകത്തില്ലേ? അപ്പോഴും നമ്മളാണെങ്കിൽ പോലും ഈ ബൊഫേ ആണെങ്കിൽ പോലും അവിടെ കുറേ സാധനമൊക്കെ വെച്ചാലും ആവശ്യത്തിനല്ലേ നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് കാര്യം ഈ ഭക്ഷണം എത്ര മനോഹരമാണ്, എത്രയും രുചികരമാണെങ്കിലും അതിനൊരു മതിയായ അവസ്ഥ ഉണ്ട്. എപ്പോഴായാലും ഒരു മതിയായ അവസ്ഥ ഉണ്ട്. ഇതുപോലെ പക്ഷെ പ്രാർത്ഥനയ്ക്കൊരു മതിയായ അവസ്ഥയില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ വിഷയങ്ങളാണ് അതിലാണ് നമ്മൾ വിഷയദാരിദ്ര്യം ഭയങ്കരമാണ്. പ്രാർത്ഥനയുടെ വിഷയമല്ലേ അത്. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, പ്രാർത്ഥനയിൽ നിങ്ങൾ വളരാത്തതിൻ്റെ കാരണം പ്രാർത്ഥനയുടെ വിഷയദാരിദ്ര്യമാണ്. ഒരു കാര്യം വിഷയദാരിദ്ര്യം എന്ന് വെച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ വിഷയമൊന്നുമില്ല. നമ്മളുണ്ട്, നമ്മുടെ പിള്ളേരുണ്ട്, നമ്മുടെ കുട്ടികളുണ്ട്, അവരുടെ പഠനമുണ്ട്, അതുപോലെ അവരുടെ PR ഉണ്ട്, TR ഉണ്ട്, അവരുടെ IELTS ഉണ്ട്. നമ്മുടെ വിഷയം തീർന്ന്. ഇത്രയേ ഉള്ളൂ. വളരെ ഈ
എന്താണ് ഒരു കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന വിഷയമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അലോട്ട്മെൻറ്റ് കുറഞ്ഞു വരുന്നത്. ബ്ലെസ്സിങ് അലോട്ട്മെൻറ്റ് കുറവാണ്. എന്താ കാര്യം? പ്രാർത്ഥന ചുരുക്കമാണ്. നമ്മുടെ വനച്ചുരുക്കമൊന്നും സംഭവമില്ലേ ഇല്ലേ? അതായത് ഇപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് നമുക്കുണ്ടായിരുന്ന വനം 88% വനം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ 18%, 100% വനത്തിൽ 18% അവർ വിട്ടുവിറ്റി. അപ്പോൾ അതൊക്കെ സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മൾ 60% വനങ്ങൾ നമ്മൾ വെട്ടിയിട്ടുണ്ട്, പ്ലാന്റേഷൻ ആക്കിയിട്ടുണ്ട്. ബാക്കി അതിനാണ് വനച്ചുരുക്കമെന്ന് പറയണത്. 35% വനങ്ങൾ നമ്മൾ തന്നെ ഉപയോഗിച്ച് കളഞ്ഞ്. ഇത് വലിയ കിരാതമായ ദുരന്തമാണ്, പ്രകൃതി ദുരന്തമാണ് നമ്മൾ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് വനച്ചുരുക്കമെന്ന് പറയും. വനച്ചുരുക്കം. ഇപ്പോൾ നമ്മൾ കോവിഡ് വന്നപ്പോൾ നമുക്ക് ശ്വാസച്ചുരുക്കം വന്നല്ലേ? ശ്വാസം എടുക്കാൻ പറ്റാവുന്ന ശ്വാസത്തിനകത്ത് ചുരുക്കം വന്ന് ഓക്സിജൻ കണ്ടെയ്നിങ് കുറഞ്ഞു വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ കോശങ്ങൾക്കും ഓക്സിജൻ റിസപ്റ്റിവിറ്റി കുറയും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പ്രാർത്ഥനാ ചുരുക്കമെന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആത്മീയതയിൽ വരുന്നൊരു വിഷയമാണ്. എന്താ? പ്രാർത്ഥിക്കുന്ന സബ്ജക്റ്റുകളില്ല. നമ്മുടെ മക്കൾ തീർന്ന്. പണ്ട് കുറേ സംഭവം ഉണ്ടായി. അപ്പൂപ്പനൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അപ്പൂപ്പനൊക്കെ പോയി പ്രാർത്ഥനയിലൊക്കെ മരിച്ചുപോയി. കാര്യം അപ്പൂപ്പൻ വേറെ വീട്ടിൽ താമസിക്കുകയാണ്. കാര്യം ഇപ്പം എൻ്റെ അപ്പനും എൻ്റെ അമ്മ 2 മക്കൾ പ്രാർത്ഥന ചുരുക്കം വരണം എന്ന സംഭവം. ഈ കുടുംബ ചുരുക്കം മാത്രമല്ല സംഭവിച്ചത്, പ്രാർത്ഥനാ ചുരുക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആരാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. പിന്നെ അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയുടെ സബ്ജക്റ്റ് അല്ല ഇവർ. അയൽവാസി അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആരാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. നാട്ടിൻപുറത്തുകാരെ കുറച്ച് പേർക്ക് അറിയാം. പക്ഷേ അവരങ്ങനെ അടുത്ത വീട്ടുകാർ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കുക വെച്ചാൽ അവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനുള്ളൊരു പരിശുദ്ധാത്മാവ് വേണം. എന്നാൽ മാത്രമേ അടുത്ത വീട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് കിട്ടുന്നതനുസരിച്ച് പ്രാർത്ഥനയുടെ വിസ്തൃതി വർദ്ധിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് മാറി ഈ കർത്താവ് മുമ്പ് പറഞ്ഞതുപോലെ 14-17 അനുസരിച്ചുകൊണ്ട് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല, ലോകത്തിൻ്റെ അരൂപിയാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനാ ചുരുക്കം വരും. പ്രാർത്ഥനാ ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ സബ്ജക്റ്റ് കുറഞ്ഞിരിക്കും. നമ്മുടെ മകൾ, അവളുടെ കല്യാണം അല്ലെങ്കിൽ അവൻ്റെ കല്യാണം, അവൻ്റെ ജോലി, ഇനി അവൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, ചാപ്റ്റർ ക്ലോസ്, അതോട് സംഭവം തീരുകയാണ്. സഭ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനയിൽ, പലരുടെയും പ്രാർത്ഥനയിൽ തിരുസഭ ഒരു വിഷയമായിട്ട് വരത്തില്ല. കാര്യം ദൈവത്തിൻ്റെയോട് അടുപ്പവും ബന്ധമൊക്കെ ഉള്ള ആൾക്കാരിലാണ് തിരുസഭ എപ്പോഴും പ്രാർത്ഥനയായത്. ഇപ്പോൾ തിരുസഭയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകുന്നതിൻ്റെ കാരണം പ്രാർത്ഥന ചുരുക്കമാണ് ഒരു കാരണം. കാര്യം നമ്മൾ തിരുസഭയെ പ്രാർത്ഥനയുടെ ഒരു വിഷയമാക്കുന്നില്ല. അത് വലിയ സീരിയസ് ആയിട്ട് വിഷയമാണത്. കാര്യം നമ്മുടെ പിതാക്കന്മാരെയോ പോപ്പിനെയോ ഇപ്പം തന്നെ വിമല ഹൃദയ യുക്രൈനിലെ കൊണ്ടുപോയി, യുക്രൈനിൽ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്താൻ പോകുന്നു. 84 പരിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ വിമല ഹൃദയ ഫാത്തിമ പ്രതിഷ്ഠ നടത്തിയതാണ്. ഇപ്പോൾ വിമല ഹൃദയ പ്രതിഷ്ഠ ഫാത്തിമ പ്രതിഷ്ഠ നടത്താൻ പോകുന്നു. അപ്പോഴതിന് കുറച്ച് ഡിസ്പ്യൂട്ട് ഉണ്ടായപ്പോൾ വത്തിക്കാൻ വന്നതിലും തന്നെ കർദിനാൾ ക്ലാരിഫിക്കേഷൻ വന്നു. അപ്പം ഞാൻ ഓർത്തത് എന്താ വെച്ചാൽ എനിക്കത് കിട്ടി, എനിക്കത് അത്ര അങ്ങോട്ട് എൻ്റെ അസ്ഥിക്ക് പിടിച്ചില്ല. എനിക്ക് അസ്ഥിക്ക് പിടിക്കണതും പിടിക്കാത്തതൊന്നും കഥയില്ല. എന്നാലും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വേദനയാണ്. വെച്ച് കഴിഞ്ഞാലേ ഈ നമുക്ക് ദുരന്തവും യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഈ അമ്മയെ തിരക്കി പോകുന്ന ഒരവസ്ഥ. അല്ലാത്ത സമയത്തൊക്കെ അമ്മയെക്കുറിച്ചൊക്കെ ആവശ്യമില്ലെങ്കിലും കയറി അമ്മ സഹരക്ഷകല്ല, ആനുകൂല്യം, ആരും ചോദിച്ചില്ലേ, അമ്മയും ചോദിച്ചില്ല, അപ്പനും ചോദിച്ചില്ല, ആരും ചോദിച്ചില്ല, വെറുതെ ഇങ്ങനെ സഹരക്ഷകല്ല എന്നൊക്കെ പറയുമ്പോൾ അത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ആധ്യാത്മികയോട് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് വിഷയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ സഹരക്ഷകയാണെന്ന് അമ്മ പറഞ്ഞിട്ടില്ല, ആർക്കും അതിനോട് പ്രത്യേകിച്ച് അതൊരു എന്താണ് ഇപ്പം അത് കറണ്ട് പരിഗണനയിലുള്ളൊരു വിഷയവുമല്ല ശരിക്കും പറഞ്ഞു. പിന്നെ ഉന്നതമായ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ അങ്ങനെ വരുമ്പോൾ അത് നെഗറ്റീവ് മാർക്കാണ്. യുദ്ധം വരുമ്പോൾ അമ്മയെ കൊണ്ട് പ്രതിഷ്ഠിക്കുക, അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ആവശ്യമില്ലെങ്കിലും എന്തെങ്കിലും ഒരു റിമാർക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേ പ്രശ്നം വെച്ചാൽ ഈ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ സാധിക്കത്തില്ല. കാരണം ദൈവമായിട്ട് റിലേഷൻ എന്ന് പറയണത് ഒരു ഒക്കേഷണൽ റിലേഷനല്ല, ഒരു ശാശ്വതമായ റിലേഷനാണ്. യുദ്ധം വരുമ്പോൾ കൊണ്ടുവന്ന് പ്രതിഷ്ഠ നടത്തണമല്ല, യുദ്ധം വരാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ആദ്യകാലം മുതലേ പ്രാർത്ഥന വേണം. സഭയിലാകമാനം യുദ്ധം വരുമ്പോൾ നമ്മളെല്ലാം കൂടി ഒരുമിച്ച് ഒരു പ്രാർത്ഥനയൊക്കെ നടത്തുന്നതല്ല വിഷയം. മറിച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങളെ, പാൻഡേമിക്
അല്ലെങ്കിൽ ഇതുപോലെയുള്ള രോഗങ്ങൾ ഇങ്ങനെ വരെ പ്രൊട്ടക്ഷൻ പ്രെയർ, മാസ്ക് പ്രെയർ എന്ന് പറയാം. മാസ്ക് പ്രെയർ കർത്താവ് പ്രൊട്ടക്ഷൻ പ്രെയർ തന്നിട്ടുണ്ട്. എന്താണ്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ബൈബിളിൽ ഏറ്റവും രസകരമായ ഒരു പ്രാർത്ഥനയാണ്. പക്ഷേ അത് ഞാൻ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് അത് മാസ്കാണല്ല എന്നാണ്. മാസ്ക് ഇടുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? പുറത്തുള്ള പൊടി, രോഗാണുക്കൾ ഒന്നും നമ്മുടെ ശരീരത്തെ ആക്രമിക്കത്തില്ല. അതുപോലെ തന്നെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അകത്ത് കർത്താവ് ഒരു മാസ്ക് വെച്ചിട്ടുണ്ട്. എന്താണ്? 11:4 എന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം വായിച്ചോളൂ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. അതായത് ഇതാണൊരു മാസ്ക്. മനുഷ്യന് പല പ്രലോഭനമാണല്ലോ വരുന്നത്. ഇപ്പം ഞാൻ മൂന്ന് നില വീട് വെച്ചെന്ന് പറഞ്ഞ ഒരു പ്രലോഭനമാണ്. ഓരോ രീതിയിൽ ഇങ്ങനെ പ്രലോഭനം വന്നുകൊണ്ടേയിരിക്കും, ഇല്ലേ? ഇപ്പം നമ്മൾ കല്യാണം കഴിച്ച് 2 കുഞ്ഞുങ്ങളുമായി വേറെ ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ നമ്മുടെ സഹപ്രവർത്തക അതിനേക്കാൾ സ്വന്തം വൈഫിനേക്കാൾ സ്മാർട്ടായിട്ടൊരു അടിപൊളി സഹപ്രവർത്തക. അവിടെ അവരെല്ലാം പറയണ മുമ്പ് തന്നെ അവർ ഇൻ്റലിജൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു തരും. അപ്പം നമ്മളൊരു ദൈവമേ, എൻ്റെ വൈഫിനോട്ട് കാര്യം പറഞ്ഞാൽ പിന്നെയും നമ്മൾ ചെന്ന് പറയണമല്ല, ഇതാണ് പെണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം കെട്ടിയ പെണ്ണിനെ നമ്മളുടനെ ഒരു അതിൻ്റെ വില കുറച്ച് കാണും. ഇത് ഒരു പ്രലോഭനമാണ് ശരിക്കും. ഇതിങ്ങനെ ലോകം മുഴുവനും ഉണ്ട് ഇതുപോലെ. എവിടെ ചെന്നാലും ഇതുപോലൊരു സംഭവം. അതോടുകൂടി ചിലപ്പോൾ നമ്മളെ പെട്ടുപോയെന്ന് വരും. കാര്യം അതുകൊണ്ടാണ് ഈശോ മാസ്ക് ഇട്ടിരിക്കുന്നത്. രോഗാണുക്കളൊന്നും കയറാതിരിക്കാൻ, പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നോക്കി കയറാതിരിക്കാൻ വേണ്ടി, നമ്മുടെ ശരീരത്തിൽ കയറാതിരിക്കാൻ വേണ്ടി ഈശോ പറഞ്ഞു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. മാസ്ക് പ്രെയറാണത്. വെച്ചാൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. പിന്നെ എന്താണ്? തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അപ്പം നിങ്ങൾ ചോദിക്കും ഈ പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നുണ്ടല്ലോ എപ്പോഴും, എന്താ പിന്നെ കുഴപ്പം എന്താ? എന്നിട്ട് പ്രലോഭനം വഴിയിൽ നിന്ന് മാറണില്ല. അതാണ് പ്രശ്നമേ. അത് ഈ പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നുണ്ടല്ല, ഒരു സ്വർഗസ്വനായ പിതാവ് ചെല്ലാത്ത ആരെങ്കിലും ഉണ്ടാ? എത്രയോ പ്രാവശ്യം നമ്മൾ ചെല്ലും. പക്ഷേ എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് ഈ പ്രലോഭനം മാറുന്നില്ലല്ലോ? പല പ്രലോഭനങ്ങളാണ് വരുന്നത്. ചിട്ടിയൊക്കെ പോയി പിടിച്ചിട്ട് പെട്ടിറങ്ങുന്ന ആൾക്കാരുണ്ട്. വെറുതെ ചിട്ടി പിടിക്കണതിനാണെന്നറിയാമോ? ചിട്ടി പിടിച്ചിട്ട് ചിട്ടി ചേർന്നിട്ട് ഉടനെ കയറി പിടിക്കും. 10 ലക്ഷത്തിൻ്റെ ചിട്ടിയാണെങ്കിൽ പിടിക്കുമ്പോൾ ഉടനെ പിടിച്ചാൽ 4 ലക്ഷം 5 ലക്ഷമേ കിട്ടത്തുള്ളൂ. 5.5 ലക്ഷം കിട്ടുമായിരിക്കും കൂടുതൽ. 4 ലക്ഷം വിട്ട് പിടിക്കുകയാണ് നമ്മൾ. ഈ 4 ലക്ഷം നമ്മൾ അതിൻ്റെ അപ്പം കൂടി അടച്ചു കൊടുക്കണം. എന്തിനാണ് ചിട്ടി പിടിക്കുന്നത്? കാറ് മേടിക്കാനാണെങ്കിൽ പണി അപ്പം തന്നെ കിട്ടും. ഇത് പ്രലോഭനമാണ് ശരിക്കും. അതായത് കർത്താവ് തിരുമനസ്സാകണമെങ്കിൽ അങ്ങനെ ഒരു എപ്പോഴും പ്രാർത്ഥനയുടെ എഫിക്കസിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം, അല്ലേ? യാക്കോബിൻ്റെ ലേഖനത്തിൽ ഒരു രസമുണ്ട്. അതായത് നാളെ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോകും, ഇന്ന വ്യാപാരം ചെയ്യും എന്ന് നിങ്ങൾ പറയരുത്. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി. യാക്കോബ് ശ്രീയുടെ പുസ്തകമാണ് 4-ാം അധ്യായം 13-ാം വാക്യം. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ 1 വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ. നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്: കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. ഇത് 4:15. അത് പ്രെയറിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് എഫിക്കസി ഓഫ് ദി പ്രെയറാണ് സബ്ജക്റ്റ്. വെച്ചാൽ പ്രെയറിൻ്റെ കണ്ടൻറ്റ്. ഇപ്പം നിങ്ങളിപ്പോൾ ഇംഗ്ലണ്ടിൽ പോകണമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അവിടെ പഠിക്കാൻ പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ കെട്ടിത്തൂങ്ങിച്ചാകുമെന്ന് പറയരുത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം അതാണല്ല. അത് കിട്ടിയില്ല പിന്നെ ഒന്നും പഠിക്കത്തില്ല. അത് കിട്ടിയില്ല പിന്നെ പഠിക്കണ പരിപാടിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്തുമാത്രം ആൾക്കാരെ വീട്ടിലിങ്ങനെ പ്രാന്തികളായിട്ടൊക്കെ കുത്തിരിക്കണമെന്ന് അറിയാമോ? പ്രാന്തന്മാരായിട്ട്. കാര്യം അവർ വിചാരിക്കുന്ന സ്ഥലത്ത് അവിടെ കൂട്ടുകാർ പോയപ്പോൾ അവർക്ക് പോകാനൊത്തില്ല. അപ്പോൾ ഇനിയിപ്പോൾ പോയിട്ടും കാര്യമില്ല, കിട്ടുകയോ ഇല്ലെന്ന് അറിയത്തില്ല. എന്നാൽ നാട്ടിൽ നിന്ന് PSC അത് എഴുതത്തുമില്ല. എന്താ കാര്യം? അപ്പോൾ കുറഞ്ഞു പോകും. അയ്യോ, ഇപ്പോഴത്തെ ഒരു മനുഷ്യരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയണത്
എന്ത് ജീവിയുടെ മൈൻഡ് സെറ്റാണെന്ന് നമുക്കറിയത്തില്ല. എന്ത് ജീവിയുടെ മൈൻഡ് സെറ്റാണ്. കാരണം അവർ അവിടെ ലൈഫ് സ്പോയിലാകുന്നതിനെക്കുറിച്ച് അവർക്ക് സ്പോയിലായാലും കുഴപ്പമില്ല, ജയിച്ചില്ലേ ജീവിക്കണ്ട എന്നുള്ള ഒരു അവസ്ഥയാണ്. ആരുടെ മുമ്പിൽ ജയിക്കാൻ? ഇവിടെ പറഞ്ഞു കേട്ടില്ലേ, ജയിച്ചില്ലെങ്കിൽ ജീവിക്കണ്ട എന്നാണ് ഇപ്പോൾ ആൾക്കാരുടെ മനസ്സിൽ മനസ്സെന്ന് പറയണത്. കാര്യം എനിക്ക് ഇംഗ്ലണ്ടിൽ പോകാൻ ഒത്തില്ലെങ്കിൽ എനിക്ക് PSC ഒന്നും വേണ്ട, അതാണ് പ്രശ്നം. നാട്ടിൽ ജോലി വേണ്ട. ജയിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ എന്നെക്കാൾ മുമ്പേ പോയി അവിടെ ജോലി വാങ്ങിച്ചല്ലോ, അപ്പോൾ അവരുടെ ഒപ്പം എത്താൻ പറ്റിയില്ലെങ്കിൽ എനിക്കൊന്നും വേണ്ട. അങ്ങനെ ജയിച്ചില്ലെങ്കിൽ ജീവിക്കണ്ട എന്ന് പറയുന്നവരോട് വചനം എന്താ പറയണത്? മൂടൽമഞ്ഞാണെന്നാണ് പറയണത്. കണ്ട എന്ത് രസമായിട്ട്. അത് യാക്കോബ് എന്ന് പറയുന്നത് ഇടിവെട്ട് അപ്പോസ്തലനാണേ. വായിന്ന് വന്ന ഈ മനുഷ്യനാണ് മറ്റ് സമരക്കാരുടെ പ്രശ്നം ഉണ്ടാക്കിയത്. പക്ഷേ അങ്ങേക്ക് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അങ്ങയുടെ ലെവലെല്ലാം മാറി. ആ സലോമിയുടെ മകനാണ് ഈ മനുഷ്യൻ, നേരത്തെ പ്രശ്നം ഉണ്ടാക്കിയ സലോമിയുടെ മകനാണ് യാക്കോബ്. ഇപ്പോൾ പറഞ്ഞു കേട്ടില്ലേ, അത് ഈശോയുടെ ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സത്യം അവരറിയും. പണ്ട് സത്യം അറിയാഞ്ഞിട്ടാണ് അപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയത്. താക്കോല് 10 ദിവസം കൊടുത്തെങ്കിൽ എനിക്കും വേണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ ആളാണ് ഇപ്പോൾ പറയണത്. അങ്ങനെ ബഹളമൊന്നും ഉണ്ടാക്കിയത് കുറേ അബദ്ധമൊക്കെ പറ്റിപ്പോയി. ഇപ്പോഴെന്താ പറയണത്? കർത്താവ് തിരുമനസ്സാകണമെങ്കിൽ 15 ഭയങ്കര രസമല്ലേ? അതായത് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. എന്ത് പറയണം? കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ പണ്ട് അങ്ങനെ പറഞ്ഞ, അപ്പം പണ്ട് കർത്താവിൻ്റെ മനസ്സിന് പ്രാധാന്യമൊന്നും ഇല്ലായിരുന്നു. യാക്കോബ് അമ്മനെയും വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അമ്മ പറഞ്ഞത്, എൻ്റെ ഒരു മകൻ അവിടെ വലത്തിരിക്കണം, ഒരാൾ ഇടതുവശത്ത് ഇരിക്കണമെന്നാണ് പറഞ്ഞത്. ആരുടെ സലോമിയുടെ സ്വന്തം മനസ്സാണ്. അപ്പം കർത്താവിൻ്റെ മനസ്സിന് അവിടെ പ്രാധാന്യം ഇല്ലായിരുന്നു. യാക്കോബിന് മനസ്സാന്തരം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കണം എന്താ പറഞ്ഞത്? അന്ന് കുറേ എൻ്റെ അമ്മയോടൊക്കെ ഞാൻ തന്നെ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് അമ്മയെക്കൊണ്ട് ഈശോയോട് പറയിപ്പിച്ചിട്ടാണ് പണി കിട്ടിയത്. അതങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പം ഇല്ല. ഇപ്പം എന്താ പറയുക? ഇപ്പം ഞാൻ സത്യം മനസ്സിലാക്കി. എന്താണ്? നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പം ജയിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ മനസ്സിന് കൊടുത്ത വിഷയം. അതൊരു വിഷയമായതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ഭാഗം ദൈവനിശ്ചയം. ദൈവനിശ്ചയമാണെങ്കിൽ അത് നടക്കും. പക്ഷേ പഴമക്കാർക്ക് വലിയ ബൈബിൾ ഒന്നും ഇല്ലെങ്കിൽ അവർ കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കാം. അത് ദൈവനിശ്ചയമാണെങ്കിൽ നടക്കും. എന്നുവെച്ചാൽ അവർ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ദൈവനിശ്ചയമാണെങ്കിൽ നടന്നാലും മതിയെന്നാണ് ഉദ്ദേശിക്കുന്നത്. അവർ ദൈവനിശ്ചയമാണെങ്കിൽ നടക്കുമെന്ന് വെച്ചാൽ അവർ ഉദ്ദേശിക്കുന്നത് ദൈവനിശ്ചയമാണെങ്കിൽ നടന്നാൽ മതി. ഇപ്പം ദൈവത്തോട് അടുക്കുന്ന വ്യക്തികൾ എപ്പോഴും ഈ ഒരു നിലപാടാണിത്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു നിലപാടാണ്. അത് ദൈവനിശ്ചയമാണെങ്കിൽ നടന്നാലും മതി. വെച്ചാൽ ദൈവത്തിന് ആ വിഷയത്തിൽ ദൈവമഹത്വം ഉണ്ടാകുമെങ്കിൽ മാത്രം നടന്നാൽ മതി. അല്ലാതെ എനിക്കത് പ്രശ്നം. ഇപ്പം നമുക്കൊരു ചെറുക്കനെ ഇഷ്ടമാണ്, പക്ഷേ എന്താ പറയേണ്ടത്? എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, അച്ഛാ ചെറുക്കാൻ കൊള്ളാൻ കേട്ടാ, കുഴപ്പമൊന്നുമില്ല കേട്ടാ. പിന്നെ അവർ പറയണ അവർക്ക് ആഗ്രഹം, അവരുടെ ഫീച്ചേഴ്സ് അവർ പറയും. അതെല്ലാം ഞാൻ ഉദ്ദേശിച്ച എല്ലാം ഉണ്ടെന്ന് പറയും. പിന്നെ ഞാൻ പറഞ്ഞ് നിനക്ക് കെട്ടാൻ പാടില്ല, പക്ഷെ കെട്ടത്തില്ല അവൾ. അത് വേറെ ഒരു ലെവലാണ്. ഞാൻ അങ്ങനെയുള്ള കുറേ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്താടി നീ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവൾക്കത് ആ ചെറുക്കന് ഇഷ്ടമാണ്. അവൾ വിചാരിച്ച 12 വയസ്സ് മുതൽ മനസ്സിൽ കൊണ്ടു നടന്ന കാര്യങ്ങളെല്ലാം ചെറുക്കൻ്റെ തൊണ്ട് എന്ന് അവൾക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് ഓക്കെ, പിന്നെ എന്താ പ്രശ്നം? അല്ല ചാച്ച നോക്കണം ഈശോ എന്ത് പറയുന്നുവെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു നീ തെമ്മടുത്തേം പറയരുത്. കാര്യം ഈ വിഷയം നമ്മൾ ഈശോ അടുത്തേക്ക് വന്നാൽ നോർമലായിട്ട് ചെയ്ത റിസ്ക് നമ്മളെടുത്താൽ മതി. ഈശോ എടുത്ത് ഈ വിഷയം വന്നാൽ ഈശോ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വചനം ഇവിടെ എഴുതി ഒരു വചനം കണ്ട്, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ 1 വർഷം കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ച് നിങ്ങളോട് പറയട്ടെ, നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പം നാളെ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. ഇവൻ ചാകുമോ, വണ്ടി ഇടിച്ച് ചാകുമോ, മക്കളുണ്ടാകുമോ, ഒന്നും അറിയത്തില്ല. അപ്പോൾ അത് അവൾക്ക് ജ്ഞാനമുള്ളത് കൊണ്ടാണ് പറയണത്. വെച്ചാൽ ഈശോ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയണത്? ഈശോ അപ്പം ഞാൻ ചോദിച്ചു, മോളെ ഈശോ പറയണേ നീ ആ ചെറുക്കനെ കെട്ടണ്ടെന്ന് പറഞ്ഞാൽ നീ കെട്ടുക, കെട്ടാതെ നീ ഇനി വല്ല കുഴപ്പം കാണിക്കുമോ? നീ ഇല്ല, സത്യമായിട്ട് ഇല്ല, ഇത്തിരി വിഷമം ഉണ്ടാകുന്നേ ഉള്ളൂ എന്ന് പറയും. അപ്പോഴേ എന്താ വെച്ചാൽ അങ്ങനെയുള്ളത് ദൈവഹിതം അറിയണ ആൾക്കാരുണ്ട്. ദൈവഹിതം അറിഞ്ഞാലുള്ള പ്രശ്നം വെച്ചാൽ റിസ്ക് ദൈവത്തിൻ്റെ ടേബിളിലാവും. നമുക്ക് പിന്നെ പ്രശ്നമില്ല. നമ്മൾക്ക് ഈ പ്രശ്നം ഉണ്ടായിരിക്കണതിൻ്റെ കാരണം നമ്മളുടെ പിടിവാശി, നമ്മുടെ ഇന്ദ്രിയം എന്ത് നമ്മളോട് പറഞ്ഞു അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ചെറിയ പറഞ്ഞില്ലേ, ഇപ്പോൾ ചെറിയ പ്രണയം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും
സംഗതി ഇത് നമ്മുടെ കുടുംബത്തിൽ ഒറ്റ നിലക്ക് പോകുകയില്ലെന്നറിയാം. കുടുംബത്തിൻ്റെ രീതികളും വിശ്വാസവും അതിൻ്റെ ജീവിതത്തിൽ ചൈതന്യമൊക്കെ അനുസരിച്ച് പോകാതെ വരുമ്പോൾ ഈ അമ്മയ്ക്കാണെങ്കിൽ മകളെയും ഈ കുട്ടിക്കാണെങ്കിൽ അപ്പനെയും അമ്മേനെയും വേദനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കയ്യാങ്കളി കല്യാണത്തിന് പോകാൻ അവൾക്ക് താല്പര്യമില്ല. പക്ഷേ അവളൊരു പരിപാടി എടുക്കും, പരിപാടി തീരുമാനിക്കും. എന്താ പരിപാടി തീരുമാനിക്കണമെന്ന് പറയണത്, കെട്ടിലെ കെട്ടണ്ട, പക്ഷേ എന്നെ വേറെ കല്യാണത്തിന് നിർബന്ധിക്കരുത്. അതാണ് പറയണത്. കെട്ടിലെ കെട്ടണ്ട, അപ്പനും അമ്മയും പറഞ്ഞു ഞാൻ ജീവിച്ചോളാം, പക്ഷേ എന്നെ വേറെ കല്യാണത്തിന് നിർബന്ധിക്കരുത്. അതൊരു ചെക്കാണ് ശരിക്കും. ചെക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ എപ്പോഴായാലും മാതാപിതാക്കന്മാർ വഴങ്ങി ഇവളുടെ ഇന്ദ്രിയത്തിന് കണ്ണിൻ്റെ ദുരാശയാണല്ല സംഭവം. എന്താ വെച്ചാൽ എന്ത് പ്രണയമാണെന്ന് പറഞ്ഞാലും വിഷയം ദുരാശയാണ്. കാര്യം കണ്ണിൻ്റെ ഒരു പ്രശ്നം. ഇത് എങ്ങനെയാണ് ഈ പ്രണയം ഉണ്ടായത്? നമ്മുടെ കണ്ണിന് ഇഷ്ടപ്പെട്ട ആളെ കിട്ടി. കണ്ണിൻ്റെ ദുരാശ എന്ന് പറഞ്ഞാൽ എവിടുന്ന് വരുന്നതാണ്? ശരീരത്തിൻ്റെ ദുരാശയാണ്. കണ്ണിൻ്റെ ദുരാശ ശരീരത്തിൻ്റെ ദുരാശയാണ്. ശരീരത്തിൻ്റെ ദുരാശ എന്താ എവിടുന്ന് വരുന്നതാണ്? ജീവിതത്തിൻ്റെ അഹന്തയാണ്. അതാണ് 1 യോഹന്നാൻ 2:17. കണ്ണിൻ്റെ ദുരാശ, ശരീരത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. എന്താ കുഴപ്പം? ഇതൊന്നും പിതാവിൻ്റെതല്ലെന്ന്. കുഴപ്പമൊന്നുമില്ല, ഇത് പിതാവിൻ്റെതല്ലെന്നാണ്. ഇപ്പോൾ നമ്മൾ പെട്രോൾ ബാങ്കിൽ കൊണ്ടുപോയി പെട്രോൾ അടിച്ച് നമ്മളൊരു ഗാന്ധി അങ്ങോട്ട് കൊടുത്ത് ഒരു നോട്ട് കൊടുത്ത് ഗാന്ധി നോട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഉടനെ ഈ പെട്രോൾ ബാങ്കുകാരൻ ഇതിന്മേൽ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് പിന്നെ ലൈറ്റ് വെച്ച് നോക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും എന്താണ് സാറേ എന്ത് പറ്റി? ഇത് മറ്റവനാണ് കേട്ടോ എന്ന് പറയും. ആരാണ്? കള്ളനോട്ടേ. എന്ന് വെച്ചാൽ ഇത് റിസർവ് ബാങ്കിൻ്റെ ഒഫീഷ്യൽ നോട്ടല്ല. ഇത് ഏതോ നമ്മുടെ ശത്രു രാജ്യത്തു നിന്ന് അടിച്ചിറക്കിയിട്ട് നമ്മുടെ ഇക്കോണമി തകർക്കാൻ വേണ്ടി വിട്ടിരിക്കുന്ന കള്ളനാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് കള്ളൻ വരണമെന്ന് പറഞ്ഞത്. അതാണ് യോഹന്നാൻ പറയണത്. തീരുമാനത്തിൽ കള്ളം വരും ചിലപ്പോൾ സമയത്ത്. എങ്ങനെ വരും? കണ്ണിൻ്റെ ദുരാശ, ശരീരത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. ഇതെന്താ കുഴപ്പം? ഇതൊക്കെ കുഴപ്പം ആകണം എപ്പോഴാണെന്ന് വെച്ചാൽ ഇതൊന്നും പിതാവിൻ്റെതല്ലെന്ന്. പിന്നെ എന്തിൻ്റെതാണ്? ലോകത്തിൻ്റെതാണ്. എന്താ കുഴപ്പം? ലോകം കടന്നു പോകും, അതിൻ്റെ മോഹങ്ങളും. ആ നിത്യതയെ ബാധിക്കുന്ന വിഷയമാണെന്നാണ് പറയണത്. എന്താ ഗുരുതരമായ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇപ്പോഴത്തെ ഒക്കെ രീതി വരുമ്പോൾ നിത്യതയെ ബാധിക്കുന്ന വിഷയമാണെന്ന് നമ്മൾ പറയണ മുമ്പ് തന്നെ അവൾ പ്രഗ്നൻ്റ് ആവും. പിന്നെ നമ്മളെന്ത് ചെയ്യാനാ? അതാണ് വിഷയം. നമ്മൾ മാതാപിതാക്കന്മാർ ഇത് കണ്ടുപിടിച്ച് ഇതിൽ നിന്ന് അവിടെ കൊണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വിശ്വാസത്തെ വളർത്താൻ പറ്റത്തില്ലെന്ന് മാതാപിതാക്കന്മാർ തിരിച്ചറിയണ മുമ്പ് തന്നെ ആൻറ്റിമാർ പ്രത്യക്ഷപ്പെടും. അമ്മയെടുത്ത് ആൻറ്റി പറയും, എടോ താൻ ഇടപെടേണ്ട, അവർക്ക് കഴിയാനുള്ളതൊക്കെ അവർ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് പ്രശ്നം, അല്ലെങ്കിൽ അബോർഷൻ കഴിഞ്ഞെന്ന പ്രശ്നം. അപ്പോൾ പിന്നെ അമ്മയുടെ മനസ്സ് തളരും. അപ്പം കിടന്ന് എന്തെല്ലാം മിച്ചപിരിച്ചാലും. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇത് ആദ്യകാലം തന്നെ നിങ്ങൾ ദൈവത്തിന് അവരെ പ്രതിഷ്ഠിക്കണം. കുഞ്ഞുങ്ങൾ ആദ്യകാലം മുതലേ. നമ്മളെ അവസാന കാലം പ്രതിഷ്ഠിക്കാതിരിക്കുമ്പോഴാണ് കുഴപ്പം വരുന്നത്. യുദ്ധം തുടങ്ങിയപ്പോൾ യുക്രൈനിലേക്ക് മാതാവിനെ കൊണ്ടുപോകണ പോലെയുള്ള പരിപാടിയാണത്. ഇതൊക്കെ നേരത്തെ കൊണ്ടുപോകേണ്ട കേസായിരുന്നു. ഞാൻ പറയണത് ഇതെല്ലാം നേരത്തെ കൂട്ടി പ്രൊട്ടക്ഷൻ പ്രെയർ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയും രക്ഷിക്കണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുഞ്ഞുങ്ങൾ പ്രഗ്നൻ്റ് ആകുന്ന സമയം മുതൽ തന്നെ പ്രൊട്ടക്ഷൻ പ്രെയർ തുടങ്ങണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രെയർ ഓഫ് പ്രൊട്ടക്ഷൻ. നമ്മളെന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രെയർ ഓഫ് പ്രൊട്ടക്ഷൻ, സംരക്ഷണ പ്രാർത്ഥന. അപ്പം നിങ്ങൾ ചോദിക്കും, ഇത് ഞങ്ങൾ സംരക്ഷണം അച്ഛൻ ഈ പറഞ്ഞ സംരക്ഷണ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവല്ലേ നമ്മൾ ചെല്ലണത്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയും രക്ഷിക്കണമെന്ന് നമ്മൾ ചെല്ലുന്നുണ്ടല്ലോ. പിന്നെ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ നോട്ട് മീനിങ് ഇറ്റ്. നിങ്ങൾ ഉദ്ദേശിക്കണത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ എന്നാണ് ചോദ്യം. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മളത് ഓൺ ചെയ്യുന്നില്ല, നമ്മളത് ഉദ്ദേശിക്കണില്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കണമെങ്കിൽ ദൈവവും അത് ഉദ്ദേശിക്കും. അതാണ് നമ്മൾ ഉദ്ദേശിക്കണം. കർത്താവ് ഞങ്ങൾ ഉദ്ദേശിക്കണം ഇതാണ്, നമ്മുടെ ദൈവത്തിൽ ഞങ്ങൾ അകറ്റുന്ന, കുടുംബത്തിൽ അസമാധാനം ഉണ്ടാക്കുന്ന എല്ലാ തിന്മകളുടെ ശക്തികളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾ ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് കർത്താവിനോട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദൈവം അതുപോലെ ഉദ്ദേശിക്കും. നമുക്ക് പ്രാർത്ഥനയുടെ ഫലം പോകുന്നതിൻ്റെ കാരണം പ്രാർത്ഥന ചൊല്ലുന്നുള്ളല്ലാതെ നമ്മളത് ഉദ്ദേശിക്കണില്ല, ഓൺ ചെയ്യുന്നില്ല, ഉടമസ്ഥാവകാശമില്ല.
പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, കർത്താവായ ഞങ്ങൾ ദൈവമേ, ഇന്ന് മുതൽ ഞങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയുടെയും വരികള് വാക്കുകള് അതിന്റെ അർത്ഥം അത് വചനം ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഉദ്ദേശിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ.